യുദ്ധക്കളത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് അപ്പുറത്തവനൊക്കെ കഴുത്ത് വെട്ടണമെന്ന് പറയാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യം അവിടെ വേദോതാ നിൽക്കുമല്ലോ. ശരീരം കൊണ്ടും അംവാലിക്കും അംഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാൻ. അപ്പോൾ സമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യൽ? അതെ, പലപ്പോഴും ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പല ആളുകളുടെയും മനസ്സിൽ വരാറുള്ളത് AK-47 മുഖം മറച്ചതും അല്ലേ, അങ്ങനെ തീർത്ത് കൊടുത്തിട്ടുണ്ട് പലരും. അതെ, പലരും പല മീഡിയകളും അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. വിവരമുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്. അതെ, അപ്പുറത്തവൻ്റെ തലയെടുക്കുക എന്നുള്ളതാണ് ജിഹാദ് എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതിനപ്പുറത്തേക്ക് സ്വന്തത്തോടൊരു ജിഹാദ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ദേഹേച്ഛകളോടുള്ള ജിഹാദ്. അതെ, സ്വന്തം ദേഹേച്ഛകളോടുള്ള ജിഹാദ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ജിഹാദ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ് അല്ലേ. വജാഹിദും ബില്ലദി ജിഹാദ് കബീറ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. അതെ, പിന്നെ സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ് പറഞ്ഞ എത്ര സ്ഥലങ്ങളുണ്ട്. ശരീരം കൊണ്ടും അംവാലിക്കും അംഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യാൻ. അപ്പോൾ സമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യൽ? അതെ, സത്യത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി, പുണ്യം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്നതാണ് അവിടെ ജിഹാദ്. ഇസ്ലാമിനെ വിമർശിക്കാനായിക്കൊണ്ട് കടന്നു വരുന്ന ഒരുപാട് യുക്തിവാദികളുണ്ടല്ലോ. അവരൊക്കെ പച്ചയായി പറയേണ്ട ഓരോ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ശരിയാണ്, ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ഏതർത്ഥത്തിൽ? ഈ അർത്ഥത്തിൽ സ്വന്തം തിന്മകളോടുള്ള ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ ജിഹാദികളാണ്. പക്ഷേ ആളുകൾക്ക് ഇന്നിപ്പോൾ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും പഠിച്ചോനെ ഇനി നമ്മളങ്ങനെ മുദ്ര കുത്തപ്പെടുമോ എന്നുള്ള, യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അഭിമാനത്തോടു കൂടി പറയണം. അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ളത് ജിഹാദല്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ സ്വന്തം തിന്മകളോട് അല്ലേ, പല ആളുകളും പല ആളുകളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ, പല ആളുകളെയും ഉപദ്രവിക്കുമ്പോൾ, സ്വന്തം അയൽവാസിയെ ഉപദ്രവിക്കുമ്പോൾ ആ അയൽവാസിയോട് ഞങ്ങൾക്ക് ചില കടമകളുണ്ട് എന്നും, മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുടെ മുമ്പിൽ ആ മാതാവിന് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് സ്വന്തം മാതാവിന് കാവലിരിക്കുന്ന, അതാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. ആ ജിഹാദ് ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം എന്നുള്ളതാണ്. ജിഹാദിനെ ഇന്ന് മീഡിയകൾ എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിയിരിക്കുന്നു വേറൊരു തലത്തിലേക്ക്. അതെ, ഒരിക്കലും വിശദീകരിച്ച് പോകേണ്ടതില്ലാത്തൊരു തലത്തിലൂടെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനമൊക്കെ വന്ന സമയത്ത് ഒരിക്കലും നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഓരോ ആത്മാവും എന്താണ് അല്ലേ, വിശുദ്ധ ഖുർആൻ വിഴപ്പെട്ടത്. അല്ലാഹു ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അന്യായമായി ഒരു നഫ്സിനെയും ഒരു ജീവനെയും നശിപ്പിക്കരുത് അല്ലേ. വലാ തഖ്തുലൂ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഓരോ ആത്മാവും അതാണ് ഹറമാണ്, അതായത് പരിശുദ്ധമാക്കപ്പെട്ടതാണ്. അത് ഏത് മതമാകട്ടെ, ഏത് മതമാകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഏത് ആത്മാവും ഓരോ നഫ്സും പവിത്രമാണ്. അതുകൊണ്ടാണല്ലോ ഒരാളെ കൊന്നാലെന്നാണ്, ഒരു മുസ്ലിമിനെ കൊന്നാലൊന്നും ആ മുസ്ലിമിനെ കൊന്നാൽ, ഒരാളെ കൊന്നാൽ അവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മനുഷ്യരെയും കൊന്നവന് തുല്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും അത് ഇത്രയും മാനവികത പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ, ഇത്രയും മാനവികത പഠിപ്പിച്ച ഒരു മതത്തെ അതെന്ത് ചെയ്യുന്നു? ജിഹാദിൻ്റെ മതമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് എപ്പോഴുള്ള വിഷയം പറഞ്ഞ്, യുദ്ധക്കളത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് അപ്പുറത്തവനൊക്കെ കഴുത്ത് വെട്ടണമെന്ന് പറയാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യം അവിടെ വേദോതാ നിൽക്കുമല്ലോ. എന്ത് ചെയ്യാറുണ്ടത്? അവിടെ യുദ്ധമാണ് ചെയ്യാറുള്ളത്. അവിടെ സ്വന്തം ശത്രുക്കളോട് എന്ത് ചെയ്യാൻ പോരാട്ടമാണ് നടത്താറുള്ളത്. അവിടെ ഇന്ത്യ തിന്മ ചെയ്യുന്നു എന്ന് ഏതെങ്കിലും ഇന്ത്യക്കാരും പറയോ? ഇല്ല. അതിപ്പോൾ അമുസ്ലിമീങ്ങളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നത് ഏത് ആയത്തുമായി ബന്ധപ്പെട്ട? യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അവിടെ അങ്ങനെ തന്നെ. അതിനാണല്ലോ യുദ്ധം നടക്കുന്നത്. അങ്ങനത്തെ നടക്കുന്നൊരു ഘട്ടം വന്നാൽ അവിടെ അതല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയുമോ? അപ്പോൾ അതിൻ്റെ ആയത്തുകളുടെ പശ്ചാത്തലമോ സാഹചര്യമോ മേലെയും താഴെയും പറഞ്ഞ അതിൻ്റെ കണ്ടൻറ്റോ ഒന്നും പറയാതെ ആ ഒരു 3 വാക്കുകൾ മാത്രം എടുത്തിട്ട് നേരെ ഇസ്ലാമിനെതിരെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇന്നും ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജിഹാദ് എന്താണെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരുടെ അടുത്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കുള്ളൊരു ചിന്ത എന്ന് വെച്ചാൽ, ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ പഠിച്ചോനെ ഇനി നമ്മൾ ഉത്തരം പറയേണ്ടി വരുമോ അല്ലേ? അല്ലെങ്കിൽ ഓരോ ദിവസവും പത്രം എടുത്ത് വായിക്കുമ്പോൾ, ഒരു തിന്മ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊലപാതകം കാണുമ്പോൾ പഠിച്ചോനെ ഇതിനെ നമ്മൾ ന്യായീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയിൽ എന്ത് ചെയ്യുന്നു?
പല ആളുകളും ജീവിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ തിന്മയാണ്, അത് തിന്മയാണ് തുറന്ന് പറയാൻ നമുക്ക് പറ്റണം. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് തുറന്ന് പറയാൻ പറ്റണം. ഇതല്ല ഇസ്ലാമിൻ്റെ ജിഹാദ്. ഇസ്ലാമിൻ്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവിനെ സ്വന്തം മാതാവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി വന്നൊരു വ്യക്തിയുടെ അടുക്കലേക്ക് പറയുന്നൊരു വാചകമുണ്ട്, നിനക്ക് ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എനിക്കൊരു മാതാവ് ജീവിക്കുന്നു, നീ അവിടേക്ക് പോകണം. അവിടെയാണ് നിൻ്റെ ജിഹാദ്. ആ ജിഹാദ് എന്താണ്? സ്വന്തം മാതാവിനെ നോക്കലാണ്. ആ ജിഹാദാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആളുകൾ കോട്ടിമാട്ടപ്പെട്ടതുപോലെ ആളുകൾ എവിടെയെങ്കിലും എടുത്ത് കട്ടുമുറിച്ച് ഉപദ്രവിക്കുന്ന ആളുകൾ പ്രഖ്യാപിക്കുന്ന പോലെയുള്ള ജിഹാദല്ല ഞങ്ങൾ ജിഹാദികളാണ്. ഞങ്ങൾ ജിഹാദികളാണ്. ആ ജിഹാദ് എന്താണ്? തിന്മകളോടുള്ള ജിഹാദാണ്. സ്വന്തം മാതാപിതാക്കളോട് നോക്കുന്ന വിഷയത്തിലാണ്. സ്വന്തം തിന്മകളോട് മാറ്റി നിൽക്കുന്ന വിഷയത്തിൽ മദ്യത്തോടാണ് ഞങ്ങളുടെ ജിഹാദ്. തിന്മകളോടാണ്, പലിശയോടാണ്, സമൂഹത്തെ കാർന്നു തിന്നുന്ന പലിശയോടാണ്, ദുരാചാരങ്ങളോടാണ്, അതെ, അനീതിക്കെതിരാണ്, അക്രമങ്ങൾക്കെതിരാണ്. അത്തരത്തിലാണ് നമ്മുടെ ജിഹാദ്. ആ ഒരു അർത്ഥത്തിൽ ഞങ്ങൾ ജിഹാദികളാണെന്ന് ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ആളുകൾ ഇന്ന് പറയുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും മീഡിയകൾ ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിലുള്ള ജിഹാദികൾ അല്ല യഥാർത്ഥത്തിലുള്ള ജിഹാദി എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ.